ഹായ് മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഓക്കെ, നോക്കാം. നല്ല രസമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓൾറെഡി പേർ എക്സ് വൈ നമുക്ക് കണ്ടുപിടിക്കേണ്ട റീജിയൻ ഓഫ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ആണ് എക്സ് വൈ സച്ച് ദാറ്റ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4x, എക്സ് ലെസ് ദാൻ 4 ആൻഡ് ദർ ഇസ് എ ഫംഗ്ഷൻ, there is an inequality. Yes, it is given to be greater than 0 and x not equal to 3. And why x not equal to 3? Because if you put x equal to 3, the denominator becomes what? Then 0. But why can't be x equal to 4? See, x is strictly less than 4 is already given. പിന്നെ നമ്മൾ x equal to 4 ആവില്ലല്ലോ. അപ്പോൾ ഇവിടെ 3നെ കുറിച്ച് പറയാത്തതുകൊണ്ട് see x less than 4 എന്ന് പറഞ്ഞാൽ x can be 3, but if x is 3 it is not defined. So അതുകൊണ്ടാണ് x not equal to 3 എന്ന് മാത്രം പറഞ്ഞത്. 4നെ കുറിച്ച് മിണ്ടാതിരിക്കുന്നതിന്റെ കാര്യം ഇവിടെ x less than 4 ആണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. യെസ്, അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഒന്ന് വൈ സ്ക്വയർ ലെസ് ദാൻ 4x വരയ്ക്കണം. വൈ സ്ക്വയർ ലെസ് ദാൻ 4x എന്ന് പറഞ്ഞാൽ പരാബോളിന്റെ അകത്താണ് റീജിയൻ വരിക. എക്സ് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x equal to 4 എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈനിന്റെ ലെഫ്റ്റിലേക്കാണ് വരിക. പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഇക്വേഷനും കൂടെ നോക്കണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒരു പരാബോളിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, ഏരിയ എവിടെയാണ് വരുന്നത് എന്നുള്ള ഐഡിയ ഉണ്ടാവണം. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് പരാബോള വരയ്ക്കാൻ പോവാണ്, ശ്രദ്ധിച്ചോളൂ. യെസ്, ഇതാണ് പരാബോള. ഓക്കെ, അപ്പൊ ഈ പരാബോള എന്ന് പറയുന്നത് എന്താണ്? വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x ആണ്. യെസ്, ഇനി എക്സ് ഈക്വൽ ടു എന്ത് വരയ്ക്കണം? എക്സ് ഈക്വൽ ടു നമുക്ക് വരയ്ക്കേണ്ടത് എക്സ് ഈക്വൽ ടു 4 ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് എക്സ് ഈക്വൽ ടു 4 എന്ന് ഇവിടെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് എക്സ് ഈക്വൽ ടു 4 വിചാരിച്ചോളൂ. ഇവിടെ എടുക്കുക എക്സ് ഈക്വൽ ടു 4. ഓക്കെ, ദിസ് ഇസ് എക്സ് ഈക്വൽ ടു 4. അപ്പൊ ഞാൻ ഇവിടെ കൃത്യമായിട്ട് 4 ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. സി, ദിസ് ഇസ് 4 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, 4 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കൂ, ഇത് നമ്മളിവിടെയുള്ള ക്രിറ്റിക്കൽ പോയിന്റുകൾ ഏതൊക്കെയാണ്? അപ്പൊ ഇതിനകത്താണ് റീജിയൻ വരേണ്ടത്, മനസ്സിലായല്ലോ. എക്സ് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് റീജിയൻ വരേണ്ടത്. വൈ സ്ക്വയർ ലെസ് ദാൻ 4x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാബോളിനകത്താണ്. അപ്പൊ ഇതിനകത്താണ് നമ്മൾ റീജിയൻ വരേണ്ടത്. ഇനി ഒരാളെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കണം. ഈ ഒരു ഇനീക്വാലിറ്റിയും കൂടെ നമ്മൾ എടുക്കണം. ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി നോക്കൂ, എക്സ് വൈ ഇൻറ്റു അവിടെ നോക്കൂ എക്സ് വൈ ഇൻറ്റു എക്സ് മൈനസ് 1 എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3. അപ്പോൾ ഇവിടെ ശരിക്ക് നമ്മൾ 2 കേസ് ആയിട്ട് ചെയ്യണം. ഒന്ന് വൈ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള അസംഷനിൽ എടുക്കണം. കാര്യം വൈ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല. കാര്യം ഇവിടെ നോക്കിക്കേ, ഇത് പരാബോളിന്റെ അപ്പർ പാർട്ടാണ്. ഇവിടെ വൈ എന്താണ്? ഇവിടെയൊക്കെ വൈകൾ പോസിറ്റീവാണ്, പക്ഷെ ഇവിടെയൊക്കെ വൈകൾ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ വൈ എന്ന് പറയുന്നത് ഇവിടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് അറിയില്ല. സോ വി അസ്യൂം ദാറ്റ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ 0. നമ്മൾ ഫസ്റ്റ് വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാകുന്ന സമയത്ത് എക്സ് ഇൻറ്റു വൈ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഓക്കെ ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പം നമ്മളിവിടെ ക്രിറ്റിക്കൽ പോയിന്റുകളിൽ നിന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ക്രിറ്റിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ക്രിറ്റിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒന്ന് 0 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് നിങ്ങൾക്കറിയാം പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ഇൻവോൾവ് ചെയ്യുന്ന സൈഡുകളൊന്ന് ഇതാണ്, പിന്നെ ഒന്ന് ഇതാണ്, പിന്നെ ഒന്ന് ഇതാണ്. ശരിയല്ലേ? അപ്പൊ ഇത് വേണ്ട കാര്യം എന്താണ്? ഗ്രേറ്റർ ദാൻ 4ന് ശേഷമുള്ള റീജിയൻ നമുക്ക് വേണ്ട. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന എക്സ് ബിലോങ്സ് ടു 0 to 1 യൂണിയൻ 2 to 3 ആണ്. ഓക്കെ, ക്ലിയർ? ഇനി ഞാൻ അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇതിലേക്ക് വരാം. ഏത് വീണ്ടും ഡയഗ്രത്തിലേക്ക് വരാം. അപ്പൊ ഈ ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ക്രിറ്റിക്കൽ പോയിന്റ് വെച്ച് നമുക്ക് എക്സിന്റെ പോസിബിൾ ആയിട്ടുള്ള റീജിയൻ നമ്മൾ മാർക്ക് ചെയ്തു. അതേസമയത്ത് ഗ്രേറ്റർ ദാൻ 4 ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. when x is greater than 4 definitely the quantity will be greater than 0, but the problem is we cannot take x more than 4 because x is only less than 4. x less than 4 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ 4ന് ശേഷം നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇനീക്വാലിറ്റി ട്രൂ ആണെങ്കിലും നമുക്ക് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കിക്കുക. രണ്ടാമത്തെ കേസ് പറയുന്നത് വൈ ലെസ് ദാൻ 0 എന്ന കേസ്. വൈ ലെസ് ദാൻ 0 എന്ന സമയത്ത് നമുക്ക് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4. വൈ നെഗറ്റീവ് ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0. വൈ എന്താണ്? നെഗറ്റീവ് ആണ്, നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, വൈ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദിസ് ക്വാണ്ടിറ്റി ബിക്കംസ് വാട്ട് ദെൻ ലെസ് ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള എന്തായിട്ട് മാറും? ലെസ് ദാൻ 0 ആയിട്ട് മാറും. ശരിയല്ലേ? യെസ്, ദാറ്റ് ഇനീക്വാലിറ്റി വിൽ റിവേഴ്സ്.
ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലെ ക്രിട്ടിക്കൽ പോയിന്റുകൾ വീണ്ടും നമ്മൾ മാർക്ക് ചെയ്യാണ്. 0 is a critical point, 1, then 2, then 3, then 4. Now we have to consider that plus minus plus plus minus plus minus plus minus. Okay, now you have to consider only the negative region. Negative region is like this. These are the negative region. But remember, no need to be considered this part because we are not supposed to considering less than 0 part. So here we say that x belongs to 1 to 2 union, then 3 to 4. Only this part. അപ്പോൾ 1, 2, 3, 4 ചുരുക്കി പറഞ്ഞ 1, 2, 3, 4. യെസ്, അപ്പൊ ഈ 1, 2, 3, 4 ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ മാർക്ക് ചെയ്യാണ്. 1 ഇവിടെ 0 ആണ്. 1, 2, 3. അപ്പൊ ഇതിലേ കൂടെ ഞാൻ ജസ്റ്റ് ലൈൻസുകൾ വരയ്ക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. യെസ്, ഇതൊരു ലൈനാണ്, ഇതൊരു ലൈനാണ്, ഇതൊരു ലൈനാണ്. ഓക്കെ, യെസ്. ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്ന നോക്കിയാൽ 1, 2, 3, 4 കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം y ഗ്രേറ്റർ ദാൻ 0. y ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എബോവ് എക്സ് ആക്സ് ആണ് അല്ലേ. അപ്പൊ നോക്കിയാൽ 0 മുതൽ 1 വരെ എബോവ് എക്സ് ആക്സ് ആണ് എടുക്കേണ്ടത്. സോ ദിസ് പാർട്ട് ടു ബി കൺസിഡർ. y ഗ്രേറ്റർ ദാൻ 0 എബോവ് എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു പരാബോളന്റെ അകത്താണ്. x ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ ആ x = 4 എന്ന് പറയുന്ന ലൈനിന്റെ ലെഫ്റ്റിലേക്കാണ്. ഇനി നമുക്ക് ഈ കണ്ടീഷൻ കൂടി ഇൻവോൾവ് ചെയ്യേണ്ടത്, എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ അവസാനത്തെ ഇനീക്വാലിറ്റിന്റെ കണ്ടീഷൻ കൂടെ നോക്കുകയാണ്. അവിടെ പറയുന്നത് 0 to 1 വരെ y എന്താണ്, പോസിറ്റീവ് ആണ്. y പോസിറ്റീവ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. y പോസിറ്റീവ് ആണ് 0 to 1. ദെൻ 2 to 3 y പോസിറ്റീവ് ആണ്. 2 to 3 എന്ന് പറയുമ്പോഴത്തേക്കും ഇതാ ഈ ഭാഗം y പോസിറ്റീവ് ആണ്. ഓക്കെ, 2 to 3 എന്ന് പറയുന്ന ആ ഇന്റർവെലിനകത്ത് എന്താണ്, y പോസിറ്റീവ് ആണ്. അടുത്തിലേക്ക് വാ, അടുത്തിൽ നമ്മൾ അസംഷൻ y നെഗറ്റീവ് എന്നല്ലേ. y നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വരിക, 1 to 2 എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പൊ 1 to 2 നെഗറ്റീവ് റീജിയൻ ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ റീജിയൻ. 1 to 2 നെഗറ്റീവ് ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 1 to 2 നെഗറ്റീവ് ആണ്. 2 to 3 എന്താണ്, 3 to 4 നെഗറ്റീവ് ആണ്. 3 to 4 നെഗറ്റീവ് ആണ്. ഓക്കെ, 3 to 4 എന്താണ്, നെഗറ്റീവ് ആണ്. ഇതാണ് നമ്മൾ റിക്വയർഡ് റീജിയൻ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പോർഷൻ എന്താണോ ഇത് തന്നെയാണ് ഇവിടെയും. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുകളിൽ താഴെ സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിനെ കട്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഫില്ലാവും. ഇത് കട്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് ഇവിടെ കറക്റ്റ് ഫില്ലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം തന്നെയാണ് ഈ ഭാഗത്തിന്റെ ഏരിയ. ഈ ഭാഗം ഇവിടെ എത്രയാണോ ഏരിയ ഉള്ളത് അത്രയും ഏരിയ തന്നെ ഇവിടെ ഉണ്ടാവും. ബിക്കോസ് ഓഫ് ദ സിമെട്രി. പരാബോള ഈ സിമെട്രിക് അബൌട്ട് ദി എക്സ് ആക്സിസ് അല്ലെ. ഈ പരാബോള ഇത് എക്സ് ആക്സിന് സിമെട്രിക് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചുരുക്കി പറഞ്ഞു ഇതിനെടുത്തിട്ട് ഇവിടെ ഫില്ലാക്കുക, ഇതിനെടുത്തിട്ട് ഇവിടെയും ഫില്ലാക്കുക. അപ്പൊ നമുക്ക് ഈ മുകൾ ഭാഗം കംപ്ലീറ്റ് കിട്ടും, താഴെ ഭാഗം ഇല്ല, ഇത് പോയി. അപ്പൊ മുകൾ ഭാഗം കംപ്ലീറ്റ് കിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 0 to 4 പരാബോളൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ കഴിഞ്ഞു, സോൾവ് ആയില്ലേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ എഴുതേണ്ടത്, ഏരിയ ഇസ് ഈക്വൽ ടു എന്താണ്, ഇന്റഗ്രൽ ഫ്രം 0 to 4 y dx ചെയ്താൽ മതി. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം 0 to 4 ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം 0 to 4 y എന്താണ്, y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x അല്ലേ. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x. y എന്ന് പറഞ്ഞാൽ എന്താണ്, 2x raised to 1/2 ആണ്. 2x raised to 1/2 dx ആണ്. That is equal to 2 times x raised to 3/2 divided by 3/2 ആണ്. Limit is from 0 to 4. So it is going to be 4/3 x raised to 3/2. Limit is from 0 to 4. That is 4/3 into 4 raised to 3/2 minus 0. That is 4/3 into 4 raised to 3/2 is 8. അല്ലേ, 2 cube is 8. 8 into 4 is 32. So the answer is going to be 32/3. 32/3 എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്ഷൻ ഏതാ വരിക, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് വരിക, 32/3. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.